ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സപ്ലയർക്ക് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സപ്ലയറുടെ അടുത്ത് നിന്ന് നമ്മളുടെ സപ്ലയറിന് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ എബോവ് ആവുകയാണെങ്കിൽ നമ്മൾ ആ പർച്ചേസ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അലർട്ട് മെസ്സേജ് കിട്ടും, സപ്ലയറിൻ്റെ ക്രെഡിറ്റ് എക്സീഡ് ആയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ സപ്ലയർ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, മാസ്റ്റർ എൻട്രിയിൽ പോവുക, സപ്ലയേഴ്സ്. ഇവിടെ നമ്മൾ സപ്ലയറിനെ സെലക്ട് ചെയ്യുവാണ്. ഓൾറെഡി നമ്മൾ കുറേ സപ്ലയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രമേശ് എന്ന് പറയുന്ന ഒരു സപ്ലയറിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ രമേശ് എന്ന് പറയുന്ന സപ്ലയറിന് ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തിട്ടില്ല. ഈ സപ്ലയർ ഇൻഫർമേഷനിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് മാക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ആവുകയാണെങ്കിൽ നമുക്ക് സെയിൽ പർച്ചേസ് എൻട്രിയിൽ സപ്ലയറിൻ്റെ പേയ്മെൻറ്റ് എക്സീഡ് ആയിട്ടുണ്ടെന്നുള്ള ആ ഒരു അലർട്ട് മെസ്സേജ് കിട്ടും. സോ നമുക്ക് നോക്കാം ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ അവിടെ. ഞാനിവിടെ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു 1 lakh കൊടുക്കാം. 1 lakh കൊടുത്തു. അതിനുശേഷം ഇവിടെ സ്റ്റാറ്റസ് യെസ് അപ്ഡേറ്റ് ചെയ്യുവാണ്. ദെൻ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ രമേശ് എന്ന് പറയുന്ന സപ്ലയറുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ 1 lakh സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലോസ് ചെയ്യുവാണ്. ദെൻ പർച്ചേസ് എൻട്രി ഓപ്പൺ ചെയ്ത് രമേശിനെ സെലക്ട് ചെയ്യുവാണ് സപ്ലയർ. ഓക്കെ, ഇപ്പോൾ രമേശിന് 36,000 സംതിങ്ങേ ഉള്ളൂ ക്രെഡിറ്റ്. ഞാൻ ഒരു ഇൻവോയ്സും കൂടി ആഡ് ചെയ്യുവാണ്. ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുവാണ്. എത്രത്തോളം പ്രൊഡക്റ്റ് വേണോ അത്രയും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു 68,000 ആയിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് ബില്ല്. ഓക്കെ, പ്രീവിയസ്ലി ഒരു 36,000 ഉണ്ട്. ഒരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്തേക്കാം. ഓൾറെഡി അത് ആഡ് ചെയ്തുകൊണ്ടാണ് എറർ വന്നത്. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ആകുമ്പോൾ അങ്ങനത്തെ കാണിക്കും. ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ പേയ്മെൻറ്റ് മോഡ് ക്രെഡിറ്റ് കൊടുത്തു. സേവ് ചെയ്യാൻ പോവാണ്. സേവ് ഓപ്ഷൻ ഇവിടെയാണ് നമ്മളുടെ സേവ് ഓപ്ഷൻ. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സപ്ലയർ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ഉണ്ടോ. നമ്മൾ 1 lakh ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പ്രീവിയസ്ലി ഒരു 36 പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 72 കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 lakh എബോവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സപ്ലയർ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു സപ്ലയറിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.